എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഉയർന്ന പാറമേൽ നിർത്തുന്ന ഒരു ദൈവം ബൈബിളിലുണ്ട്. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ 25-ാം അധ്യായത്തിലെ 12-ാം തിരുലിഖിതം, കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവർ ഐശ്വര്യത്തിൽ വാഴും, അവരുടെ മക്കൾ ഭൂമി അവകാശമാക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും വരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. ദൈവ വിചാരത്തോടെ എല്ലാ കാര്യങ്ങളിലും നീ ചെയ്യുക. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. അങ്ങനെ എളിമപ്പെട്ട് കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചാൽ, നിഷ്കളങ്കമായി കർത്താവിനെ ആശ്രയിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ സാധിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ഉയർന്ന പാറമേൽ നിർത്തുന്ന കർത്താവിൻ്റെ ഇടപെടൽ നീ കണ്ടിരിക്കും. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായും, നിർമ്മലനോട് അവിടുന്ന് നിർമ്മലമായും, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തമായും ഇടപെടുന്നു. നിർമ്മലനോട് അവിടുന്ന് നിർമ്മലമായും, നിഷ്കളങ്കനോട് അവിടുന്ന് നിഷ്കളങ്കമായും, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തമായും ഇടപെടുന്നു. ഹല്ലേലൂയ. നീ നിന്റെ ദൈവമായ കർത്താവിനെ ജീവിതത്തിന്റെ ആവശ്യത്തിൽ ആശ്രയിക്കുന്നുവോ? നിഷ്കളങ്കമായി ഇടപെടുന്നുവോ? വിശ്വസ്തയോടെ വ്യാപരിക്കുന്നുവോ? അവിടെ ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, സ്വന്തം ശക്തിയെ ദൈവമായി കരുതുന്നവർ പരിഭ്രാന്തരാകും. ഞാനും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുഴുവൻ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായം 28-ാം തിരുലിഖിതം, നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുന്നു. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്, ഓ ദൈവമേ, ജീവിതത്തിൻ്റെ സങ്കീർണ സാഹചര്യങ്ങളിൽ തളർന്നു പോയ ദൈവമക്കളിലേക്ക് സ്വർഗത്തിന്റെ ഒരു പുതിയ ശക്തിയെ ഇറക്കണമേ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക പരീക്ഷണങ്ങളിൽ, അനേക പ്രതികൂലങ്ങളിൽ, നിർണായക ഘട്ടങ്ങളിൽ തളർന്നവരെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. മനസ്സ് തുറക്കുക. മകനെ, മകളെ, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ അത്ഭുത അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ മന്ദതയും മാറിപ്പോകട്ടെ, എല്ലാ നിഷേധ ചിന്തകളും വിട്ടുപോകട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, കർത്താവിന് ഒരു ദാഹം ഉണ്ടാകട്ടെ, അവിടുത്തെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ ആശ്രയിക്കാൻ തക്കമുള്ള വിശ്വാസ കൃപ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കാലങ്ങളായി വിശ്വാസ മേഖലയിൽ മങ്ങിപ്പോയവർ, പ്രാർത്ഥന നശിച്ചവർ, വിശ്വാസം ദുർബലപ്പെട്ടവർ ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. തളർന്നവരുടെ മേൽ അത്ഭുതകരമായ ഒരു പ്രത്യാശാഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ആത്മീയമായ ഒരു പ്രകാശാഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ, പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതാ, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. നീ മറന്നാൾ നിന്നെ
മറക്കാത്ത സ്നേഹം, നീയകന്നാൾ നിന്നെ തേടുന്ന സ്നേഹം. ഓ എൻ്റെ സ്നേഹമേ എന്നേശുവേ, ഓ നിത്യ സ്നേഹമേ എന്നേശുവേ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. കർത്താവേ, ഈജിപ്തിലും ഇസ്രായേലിലും ലോകമെമ്പാടും ഇന്നോളം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ശക്തമായ ഭുജബലത്താലും അവിടുന്ന് ഇന്നോളം പ്രസിദ്ധനാണല്ലോ. അത്ഭുതങ്ങളുടെ രാജാവായി യേശു ഇതാ ഈ ആൾത്താരയിൽ 2 കരങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തി. മകനെ, മകളെ, വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ സർവശക്തമായ അവിടുത്തെ മുമ്പിൽ ശിരസ് നമിക്കുക, ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനകോടികളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, ജനപദങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, വംശങ്ങളോടും ഗോത്രങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, രാജ്യങ്ങളോടും ഭൂഖണ്ഡങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ, ആകാശത്തോടും ഭൂമിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ, സ്വർഗീയ നിരകളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ രാജാവേ, ഇപ്പോൾ കൈകൾ കൊണ്ട് തൊട്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ തടസ്സങ്ങളും കുടുംബങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന ആരാധന യേശുവേ. ആരാധന 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 യേശുവേ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനം തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായി. അതായത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഞങ്ങളുടെ അപ്പച്ചന് തലച്ചോറിൽ ഒരു ബ്ലോക്ക് ഉണ്ടായി. അത് ഹെമറേജായി മാറി, അത് രക്തസ്രാവമായി മാറി. അദ്ദേഹത്തിൻ്റെ വലതുഭാഗം കൈയും കാലും നാവും കുഴഞ്ഞു പോയി. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വെൽകെയർ ഹോസ്പിറ്റലിൽ ICU യൂണിറ്റിൽ അഡ്മിറ്റാക്കി. കഴിഞ്ഞ വർഷത്തെ പാലക്കാട് ടൗൺ ഹാൾ കൺവെൻഷൻ നടക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഇങ്ങനത്തെ ഒരു സങ്കടകരമായൊരു അല്ലെങ്കിൽ ഒരു രോഗകരമായൊരു അവസ്ഥ കുടുംബത്തെ സമീപിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഈ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യുന്ന കാര്യം ആലോചിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി കൊണ്ട് ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇൻട്രാക്രേനിയൽ ഹെമറേജ് എന്ന് പറയും, തലച്ചോറിന് ഉള്ളിൽ വളരെ ഉള്ളിലുള്ളതായതുകൊണ്ട് പ്രായം ഇത്ര ഉള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് 2 ദിവസമായി. അപ്പം സ്ഥിതി മെച്ചപ്പെടുന്ന കണ്ടീഷനൊന്നും ഇല്ല. ഞങ്ങൾ പലതവണ ചോദിച്ചിട്ടും മെച്ചപ്പെടുന്ന കണ്ടീഷൻ നോക്കാം, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതെന്നുള്ള അഭിപ്രായം വന്നു. അല്ലെങ്കിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ഞങ്ങൾ അർപ്പിച്ചിരുന്നു. കാരണം എൻ്റെ അമ്മയും എൻ്റെ മൂത്ത സിസ്റ്റർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ ഈ ധ്യാനത്തിന് ഇവിടെ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ടൗൺ ഹാളിലെ കൺവെൻഷനിലുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം ഈ അപ്പച്ചന് ഇറിറ്റേഷൻ കാരണം ഈ മൂക്കിൽ നിന്ന് ഈ നേസൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ട്യൂബ് ഊരിക്കളയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഹാരം കഴിക്കാതെ എങ്ങനെ രോഗിക്ക് ആരോഗ്യം ഒന്നൊന്നിലൊന്നിൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഹാരം കഴിക്കാതെ രക്ഷയില്ല, അതിലൂടെ തന്നെ വേണം മരുന്നും കൊടുക്കാനായിട്ട്. ഞാൻ ആ ഫ്ലാസ്കിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് വേഗം ഇവിടെ എത്തി. ഈ ഓഡിറ്ററിന്റെ ഈ മുറ്റത്തിന്റെ മുൻപിലെത്തി, നമ്മുടെ ടൗൺ ഹാളിലെത്തി. ഈ മുൻപിൽ നിൽക്കുമ്പോൾ ഇവിടെ നിന്നപ്പോൾ അച്ഛൻ നല്ലതായിട്ട് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതിപ്പോൾ ആ കഷ്ടമായി, ഇനി അപ്പച്ചന് ആഹാരം കൊടുക്കാനും പറ്റിയില്ല, അച്ഛനെ കാണാനും പറ്റിയില്ല, ഞാൻ എന്നാ ചെയ്യേണ്ടെന്നുള്ള കണ്ടീഷൻ നിൽക്കുമ്പോൾ അച്ഛന് പെട്ടെന്ന് സൈമൺ ബ്രദറെ മൈക്ക് ഏൽപ്പിച്ചിട്ട് സ്റ്റേജിന് പുറയിലേക്ക് പോകുന്നു. സ്റ്റേജിന് പുറകിൽ പോയി നിന്നിട്ട് അച്ഛൻ കൈകൾ മുകളിലേക്ക് ഉയർത്തിനിറഞ്ഞു നല്ലോണം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ബൈബിളിലൊക്കെ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ കരയാണ്. അപ്പോൾ ഈ സാവു ബ്രദർ പറഞ്ഞു ഇങ്ങനെയാണ് ICU യൂണിറ്റിലാണ് അപ്പം കിടക്കുന്നത്,
അതിന് അച്ഛനോട് എടുത്ത് പാല് വെഞ്ചരിപ്പിച്ച് കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു, മുട്ട നിൽക്കുക മകനിവിടെ മുട്ട നിൽക്കുമെന്ന് പറഞ്ഞു. എന്നെ മുട്ട നിർത്തി നല്ലവണ്ണം പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ നിലത്ത് നിന്ന് പതിയെ ഉയരുന്ന പോലെ എനിക്കൊരു അനുഭവം തോന്നി. അതുപോലെ തന്നെ ശരിക്കും ഒരു പ്രകാശത്തിൻ്റെ ഒരു ഗോളം, പ്രകാശം കൊണ്ട് നിറയായിരുന്നു അവിടെ. ആ പ്രകാശം കൊണ്ട് നിറയെ എനിക്ക് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലെത്തി. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ പാല് നീ അപ്പച്ചന് കൊടുക്ക്. അതായത് തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ ആ കർത്താവ് ഇതാ നിന്റെ അപ്പച്ചന് സൗഖ്യം തന്നു കഴിഞ്ഞിരിക്കുന്നു. നീ ഈ പാല് കൊണ്ടുപോയി നിന്റെ അപ്പച്ചന് കൊടുക്ക്, ആ അപ്പച്ചൻ രക്ഷപ്പെടും. ഞാനാ പറയുന്നത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ അപ്പൻ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. പാല് കൊടുത്ത് അന്ന് വൈകുന്നേരം അന്ന് കൊണ്ടുപോയി പാല് കൊടുക്കുമ്പോൾ ഈ സിസ്റ്റർ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വല്പം തുള്ളിയായിട്ടാണ് വായിലേക്ക് കൊടുത്തത്. അതിനുശേഷം അത് അപ്പച്ചന് 1/2 ഗ്ലാസ് പാല് കൊടുത്തു. അങ്ങനെ കൊടുത്തു. അപ്പച്ചൻ അതങ്ങനെ കഴിച്ചു. ആ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായപ്പോൾ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പ ഇത് വട്ടായി അച്ഛൻ പ്രാർത്ഥിച്ചു തന്ന പാലാണ്, ഇത് കഴിക്കുമ്പോൾ അപ്പച്ചൻ രക്ഷപ്പെടുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അപ്പച്ചൻ വിശ്വസിച്ചിരിക്കുക, നല്ല ധൈര്യത്തിലിരിക്കുക എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം അപ്പച്ചന് മരുന്നുകളെല്ലാം സ്വീകരിക്കാൻ തുടങ്ങി. ട്യൂബ് ഇട്ടു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് സ്കാൻ ചെയ്യുമ്പോൾ 80% ബ്ലീഡിങ് മാറിക്കഴിഞ്ഞു. അപ്പച്ചന്റെ തലയിൽ മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓപ്പറേഷനോ മെഡിസിനോ ഒന്നും ഫലിക്കാതെ അങ്ങനെ പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മേഖലയിലായിരുന്നു ആ ക്ഷതം വന്നത്. പക്ഷേ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ 80% ഹീലിംഗ് ആ പാല് കൊടുത്തപ്പോൾ തന്നെ സംഭവിച്ചു. അത് ഡോക്ടർ തന്നെ പറയും ചെയ്തു, ഇതൊരു അത്ഭുതമാണ് എന്നല്ലാതെ എനിക്ക് പറയാൻ പറ്റുകയില്ല. ഇത് മരുന്ന് പ്രവർത്തിക്കേണ്ട സമയം ആയില്ല, അതിന് മുമ്പ് തന്നെ അപ്പച്ചൻ്റെ അസുഖം മാറിക്കഴിഞ്ഞു, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നന്നായി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ധ്യാനത്തിൽ വന്ന കാര്യവും പറയുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിയടിച്ച് വലിയ ആഹ്ലാദത്തോടെ ദൈവത്തെ ആരാധിക്കാം. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഒരുമിച്ച് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. എൻ്റെ പേര് ദാവീദ്, വീട്ടുപേര് കോക്കണ്ടത്തിൽ. എനിക്ക് 10 വർഷമായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ അലർജി ആയിരുന്നു. കഴിഞ്ഞ ഇവൻ ജനിച്ചിട്ട് 10 വർഷമായി. ജനിച്ചപ്പോൾ മുതൽ ഇവന് പച്ചവെള്ളം തൊടിയിക്കാൻ പാടില്ലായിരുന്നു ദേഹത്ത്. കുളിക്കാനൊന്നും. ഇവിടുത്തെ കടും ചൂടിലും കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവൻ കേരളത്തിലാണ്. കടും ചൂടിലും ചൂടുവെള്ളം വേണമായിരുന്നു കുളിക്കാൻ. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് കയറി അന്ന് മുതൽ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. പച്ചവെള്ളത്തിൽ കുളിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? ഈ കണ്ണ് ചുവന്ന് വരിക, ശ്വാസം മുട്ടുക, ഇങ്ങനെയുള്ള ഇതായിരുന്നു. അലർജി പോലത്തെ രോഗപീഠ കഴിഞ്ഞ ഉണ്ടായതിനു ശേഷം പിന്നെ ഇത് ഇപ്പൊ 1/2 മണിക്കൂർ മുമ്പ് കുളിച്ചിട്ട് അവനെ തണുത്ത വെള്ളം. യാതൊരു കുഴപ്പമില്ല. നോക്ക്. ഹല്ലേലൂയ. കൈ ഉയർത്തി